ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? ഇതാ നോക്കിക്കേ, ഇത് കുറച്ച് ബ്രെയിനാണ്, പോത്തിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് ഫ്രൈ ആക്കാം. പല രീതിയിൽ ഓരോരുത്തരുണ്ടാക്കും. ഞാൻ മട്ടൻ്റെയൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് പിന്നെ ഇന്നിപ്പോൾ ചേട്ടൻ കൊണ്ടുവന്നപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം, വായോ. ഇതാ ഇതിൻ്റെ ഞാൻ കുറച്ചൊക്കെ ഒന്ന് നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഞരമ്പൊക്കെ ഒന്ന് കളഞ്ഞ് അതിൻ്റെ ആ മേളിലുള്ള പാടയൊക്കെ ഒന്ന് കളഞ്ഞ് എടുക്കണേ. എന്നിട്ട് വേണം നമുക്കതിനെ ഒന്ന് ചെറുതാക്കി സെറ്റാക്കി എടുക്കാം. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ? ഇനി വേണ്ടുന്നത് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് ചതച്ചത്, ചെറിയുള്ളി ചതച്ചത്, കറിവേപ്പില, കുറച്ച് തേങ്ങ, പിന്നെ ക്രഷ് ചെയ്ത കുറച്ച് വറ്റൽമുളക്, കുരുമുളക്, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പെരുംജീരകപ്പൊടി, ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം അതല്ലേ. ആദ്യം തന്നെ നമുക്ക് ബാക്കിയും കൂടെ ഇതെല്ലാം ഞരമ്പും അതിൻ്റെ ആ ഒരു മേളിലുള്ള ആ പാടയില്ലേ അതും എല്ലാം ഒന്ന് വലിച്ചെടുത്തിട്ട് ഒന്നും കൂടെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. നമ്മളൊരു ചെറിയ ഉരുളി എടുത്ത് വെച്ചേക്കുന്നത്. ഇനി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്ത് വെളിച്ചെണ്ണ തന്നെ വേണം, നിർബന്ധം കേട്ടോ. എണ്ണയൊന്ന് ചൂടായി വരുമ്പം ഇതാ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, ഇതിനകത്ത് നമ്മൾ കുറച്ചേ ഇടുന്നുള്ളൂ, വേറൊരു പരിപാടിയുണ്ട്, അപ്പോൾ ഇതിന് വേണം. ഇഞ്ചി ഇട്ടു. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും, ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേനും ചെറിയുള്ളി ഇട്ട് കൊടുക്കാവേ. 10-12 ചെറിയുള്ളി ചതച്ചതാണ്. കുറച്ച് കറിവേപ്പില മുറിച്ചിട്ടേക്ക്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ പച്ചമുളക് ഒന്ന് ഇട്ട് കൊടുക്കാവേ. 2 പച്ചമുളക് ചതച്ച് വെച്ചതാ. ആ സമയത്ത് നമുക്കൊരു പണിയുണ്ട്. നമ്മൾ ബ്രെയിൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച തേങ്ങ കണ്ടോ, ഒരു മുറി തേങ്ങയാണ്. ഇതാ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ലേശം മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, വേണമെങ്കിൽ ഇനിയും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് പെരുംജീരകം പൊടിച്ചതാണ്, അതും ചേർത്ത് ഒരു ചെറിയ സ്പൂണ്, കുറച്ച് കുരുമുളക് പൊടി, അത് പിന്നെ ബാക്കി നമ്മൾ ലാസ്റ്റ് ചേർക്കുവേ. ചില്ലി ഫ്ലേക്സ് ഉണ്ടോ, അത് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? കൈ കൊണ്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് പീച്ച് കുഴച്ചെടുക്കും. നന്നായിട്ടൊന്ന് പീച്ചണേ. ഇനിയുണ്ടല്ലോ, ഇതാ നമ്മൾ ഈ പീച്ചി നല്ലപോലെ ആക്കി വെച്ച ഈ സാധനം നമ്മുടെ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുവാണേ. വെള്ളം ഒന്നും ഒഴിക്കരുത് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. ഇനി ഇതിനകത്ത് കുരുമുളക് പൊടി ചേരാനുള്ളത് നമുക്ക് ലാസ്റ്റ് ഇച്ചിരി കുരുമുളക് പൊടി ഇങ്ങനെ തൂവി കൊടുക്കണം. ഇതൊന്ന് വെന്തോട്ടെ. നമ്മുടെ ബ്രെയിൻ എന്തായെന്നൊന്ന് തുറന്നു നോക്കണ്ടേ? നോക്കിക്കേ, ചെറുതീയിൽ ആവിയിൽ വേക്കുമ്പോഴത്തേനുണ്ടല്ലോ ഇതിനകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങി ആ വെള്ളത്തിൽ അതങ്ങ് വെന്തോളുവേ. അല്ലെങ്കിൽ ഉണ്ടല്ലോ
ഇതിങ്ങനെ കട്ട കെട്ടിയിരിക്കും. ഇങ്ങനെ നമുക്ക് ഒലർന്ന് കിട്ടൂല. ഇച്ചിരി കൂടെ ഒന്ന് ഒലരാനുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കും. എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി. ഓക്കെ. ഒന്നും കൂടെ ഒന്ന് നല്ല പോലെ ഒലർന്നോട്ടെ എന്ന് പറഞ്ഞാൽ വെള്ളം വറ്റി നല്ല ഇതായിക്കോട്ടെ. നമ്മുടെ ബ്രെയിനൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നോക്കിയേ, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ കേട്ടോ. ഇച്ചിരി വെളിച്ചെണ്ണ മേളിക്കടെ ഒന്ന് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു. കുറച്ച് മല്ലിയില, ഇത് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. ഒരു മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. അത് കഴിഞ്ഞാൽ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം. നമ്മുടെ ബ്രെയിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനിയും സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് എടുക്കുമ്പോൾ ചൂടാക്കിയിട്ട് വേണം കഴിക്കാൻ. അല്ലെങ്കിൽ ചൂടോടെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരും കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ ഈ ഉരുളിയിലോ നമ്മൾ ഉണ്ടാക്കുന്ന പാത്രത്തിലോ തന്നെ വെച്ചേക്കണം. എടുക്കുമ്പോൾ ചൂടാക്കി കഴിക്കണം. അല്ലെങ്കിൽ അതിന് ടേസ്റ്റ് കിട്ടത്തില്ല. അത് ബ്രെയിനും പോത്തിൻ്റേതായിട്ടുള്ള എല്ലാ സാധനങ്ങൾക്കും, ഇറച്ചിയാണെങ്കിലും ശരി, ബീഫ് ഫ്രൈ ആണെങ്കിലും ഒന്ന് ചൂടാക്കി ഒന്ന് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമല്ലേ. അതുപോലെ ഇത് ഒന്ന് അതുപോലെ ചെയ്യണം. എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. നല്ല അടിപൊളി ഒരു ബ്രെയിൻ ഫ്രൈ. ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾ അങ്ങനെ പറ, ഇല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറ. ബൈ.